ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാം. അപ്പോൾ അവിയലിലേക്ക് വേണ്ട സാധനങ്ങൾ ഒന്ന് തേങ്ങയാണ്, പിന്നെ അതേപോലെ കുറച്ച് പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് ജീരകം, അതേപോലെ ഞാൻ ഒരു 1.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങയുടെ മുറിയും പിന്നെ അടുത്ത തേങ്ങയുടെ മുറിയുടെ ഒരു പകുതി ആട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് എല്ലാം 2 ഇഞ്ച് നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. കായ, അതേപോലെ മുരിങ്ങക്ക, പിന്നെ അതേപോലെ കയ്പ, പിന്നെ പയറ്, പിന്നെ അതേപോലെ ക്യാരറ്റ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വേറൊരു പ്രധാനപ്പെട്ട സാധനം ചേനയ്ക്ക് വലിയ ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ ചേന അധികവും വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ചേന ഇടാറില്ല. എന്തായാലും ഇത് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കറിയുടെ ആവശ്യമില്ല. കാരണം അവയിൽ ഏകദേശം എല്ലാ കഷ്ണങ്ങളും ഇടുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ കോവയ്ക്കോ അതേപോലെ പപ്പായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അവയിൽ ഈ കായാണ്. അപ്പം അതുകൊണ്ട് കായ ഞാൻ കുറച്ച് കൂടുതലിടും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത്രയും കഷ്ണങ്ങളെല്ലാം അതും കൂടി ഞാൻ ആ പാനിലേക്ക് ഇടും. പിന്നെ പുറമെ നമ്മുടെ ഈ തേങ്ങയും പച്ചമുളക് ഇത്ര അധികം എന്തിനാ എടുത്തെന്ന് വിചാരിക്കും, പക്ഷെ അതധികം എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ. ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും മിക്സിയിൽ വെച്ചിട്ട്. അത് അധികം ആവരുത് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഹൈലൈറ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ തേങ്ങയും അതേപോലെ പച്ചമുളകും ജസ്റ്റ് ഒന്ന് ചതയാനേ പാടുള്ളൂ. നമുക്ക് അമ്മിയിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ വളരെ നന്നായിട്ട് കിട്ടും. അതേപോലെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് തൈര്. ഞാൻ 1 കപ്പ് തൈരാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഒരു പാന് വെച്ചിട്ടുണ്ട്. ആ പാനിൽ ഞാൻ ഓരോരോ പച്ചക്കറികളായിട്ട് ഇടുകയാണ്. ആദ്യം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടുണ്ട്. അതിൽ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ആദ്യം ഇട്ട സമയത്തൊന്ന് ഇളക്കിയെന്ന് മാത്രം. പിന്നെ പയറിട്ടു, പിന്നെ അതേപോലെ മുരിങ്ങക്കായ ഇട്ടു, പിന്നെ കയ്പ, പിന്നെ അതേപോലെ ക്യാരറ്റ്. ഇത്രയും സാധനങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, അതിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്. ആദ്യം കുറച്ച് ഇട്ടോളൂ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെന്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം കേട്ടോ. കുറച്ച് മുളക് പൊടി ഇടേ, അതിൻ്റെ കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ട്. അത് ഞാൻ ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്, വളരെ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മളിപ്പോൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം എന്താ ചെയ്യുക, അതിനാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ താഴെ ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതൊന്നും ജസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവണമല്ലോ, വല്ലാതെ വെന്ത് പോകരുത്. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, കുറച്ച്, അതായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം, 1/2 കപ്പ് വെള്ളം ഞാനിതിൽ ഒഴിച്ചിട്ടുണ്ട്. അത്ര മതി. ഇനിയപ്പോൾ സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് നമ്മൾ വെക്കണം. പച്ചക്കറികൾ കൂടി ഇട്ടിട്ട് ഞാനിത് ഇവിടെ ഈ പാന് ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. ഒരു സെക്കൻഡ് നേരം നിങ്ങൾ ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. അതിനുശേഷം ഫ്ലെയിം താഴ്ത്തിയിട്ട് നമുക്ക് ഈ അവിയലിന്റെ കഷ്ണങ്ങൾ വേവിക്കാം. അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ, അടി പിടിക്കാതെ നോക്കണം. പിന്നെ അധികം വേവ് വേണ്ട. ഇനിയിപ്പോൾ നമുക്ക് ഈ തൈരിൽ കിടന്നിട്ട് ഒന്ന് വേവട്ടെ. തൈരിൽ കിടന്ന് കുറച്ച് തൈര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 1 കപ്പ് തൈരാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് തൈരിൽ കിടന്നിട്ട് ജസ്റ്റ് ഒന്നും അധികം കുഴയില്ല, കാരണം അധികം വെന്തിട്ടുമില്ല. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കണം കഷ്ണം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കേണ്ട, മൂടി ഇല്ലാതെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അരപ്പ് ഇതിലിടാം. അപ്പം അത് ഈ തൈര് ഒഴിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, മഞ്ഞൾപ്പൊടിയോ അതേപോലെ ഉപ്പോ വേണോ ഇനിയെന്ന്, എന്നൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്തോളൂ. നമ്മുടെ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, അധികമായിട്ടൊന്നും വെന്ത് ഉടഞ്ഞിട്ടില്ല. ഇതാണ് നമ്മുടെ അരപ്പ്. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന എന്തൊക്കെ ഉണ്ടായിരുന്നു, തേങ്ങയും പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും ജീരകവും. ഇനിയിപ്പോൾ ഞാൻ ഇതേ പാകെ ആവാൻ പാടുള്ളൂ കേട്ടോ, അരഞ്ഞു പോകരുതേ. അരഞ്ഞു പോയാൽ അവിയലിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് തട്ടാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കും.
കാരണം ഈ അരപ്പ് എല്ലാ ഭാഗത്തേക്കും പിടിക്കണം. നമുക്ക് നമ്മുടെ തൈരും എല്ലാം റെഡിക്ക് വന്നിട്ടുണ്ട്, എല്ലാം പാകത്തിനായി. ഇപ്പം നോക്കും, ഇതാണ് നമ്മൾ പറയുന്നത്, അവിയൽ ഉണ്ടാക്കുന്ന സമയത്ത് എല്ലാ പച്ചക്കറികളും വേറെ വേറെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം, എന്നാലേ ആ അവിയലിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് അവസാനത്തിലേക്ക് ഇതാ നോക്കൂ, ഇപ്പം റെഡി ആയില്ലേ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് കറിവേപ്പില ഇതേപോലെ തൂവി കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇതാണ് പച്ച വെളിച്ചെണ്ണ, ഇതിൽ നമ്മൾ താളിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കും. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതേപോലെ ഇളക്കിയിട്ട് എല്ലാം ചേർത്തിട്ട് ഒരു സെക്കൻഡ് നേരം ഒന്ന് അടുപ്പത്ത്, ഇനി അധികം നേരം അടുപ്പത്ത് വയ്ക്കരുത്, ഒരു സെക്കൻഡ് നേരം നമുക്ക് അടുപ്പത്ത് ഒന്ന് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ അവിയൽ റെഡി. താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.